ക്രിസ്തുവിത്രയും സ്നേഹബഹുമാനമുള്ള ബിജോയച്ച, കിരണച്ച, സ്നേഹബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവായി നിലകൊള്ളുകയാണ്. ആ തിരുനാൾ ആഘോഷം വളരെ ഫലവത്തായ രീതിയിൽ ആചരിക്കുവാൻ തീർത്ഥാടകരായി നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. പ്രത്യാശ സ്നേഹത്തിൽ നിന്നാണ് രൂപപ്പെടുക എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് എഴുതിയ പ്രത്യാശ ആരെയും നിരാശരാക്കുന്നില്ല എന്ന ആ ലേഖനത്തിൽ നിന്നാണ് ഈ ഭാഗം. അടുത്ത വർഷം ജൂബിലി വർഷമായി ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ജൂബിലി ആഘോഷിക്കുക? പഴയ നിയമപുസ്തകത്തിൽ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ജൂബിലി ആഘോഷിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. 50 വർഷമാകുമ്പോൾ നിങ്ങൾ ജൂബിലി ആഘോഷിക്കുക. കാരണം ആ വർഷം സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുഭവപ്പെടുവാനുള്ള വർഷമാണ്. അടിമകളായി ആരൊക്കെ നിലനിൽക്കുന്നുവോ അവർക്കെല്ലാം സ്വാതന്ത്ര്യം നൽകുക. നീതി ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നീതി കൊടുക്കുക. ഭക്ഷിക്കുവാൻ ആർക്കെങ്കിലും ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവരെല്ലാം സുഭിക്ഷമായി ഭക്ഷിക്കട്ടെ എന്ന് പറയുന്ന വർഷം. ഇപ്രകാരം ജൂബിലി ആഘോഷിക്കുവാൻ യഹൂദ ജനതയോട് കർത്താവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണിഫസ് എട്ടാമൻ പാപ്പ 1300-ൽ ജൂബിലി വർഷം ആഘോഷിക്കുവാൻ സഭയിൽ ആരംഭിച്ചത്. ഓരോ 25 വർഷം കൂടുന്തോറും ജൂബിലി വർഷമായി ആഘോഷിക്കുകയാണ്. ഇത് സാധാരണ ജൂബിലി വർഷമാണ്. എന്നാൽ അസാധാരണമായ ജൂബിലി വർഷവും പാപ്പ പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2015-16 കരുണയുടെ ജൂബിലി വർഷം നമ്മൾ ആഘോഷിച്ചത്. ഇനി നമ്മൾ 2025-ൽ സാധാരണമായ ജൂബിലി വർഷം ആഘോഷിക്കുകയാണ്. ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് ജൂബിലി വർഷം. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നാം ചെയ്തു പോയ പാപങ്ങളുടെ എല്ലാ കടങ്ങളുടെയും ഫലമായി നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ ശിക്ഷാവിധികളെയും മാറ്റുവാൻ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് സാധിക്കും. അപ്രകാരം അത് ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സപിക്കുകയും പശ്ചാത്തപിച്ചുകൊണ്ട് കുമ്പസാരിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒപ്പം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നതാണ് തീർത്ഥാടനം. ഓരോ സ്ഥലത്തും തീർത്ഥാടക സ്ഥലങ്ങളിൽ പോയി, വിശുദ്ധമായ സ്ഥലങ്ങളിൽ പോയി പ്രത്യേകമാംവിധം പ്രാർത്ഥനകൾ സമർപ്പിക്കുക. ഈ ജൂബിലി വർഷം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ് പരിശുദ്ധ പിതാവ് നമ്മയെല്ലാം അഭിസംബോധന ചെയ്യുക. അങ്ങനെയെങ്കിൽ സകലത്തിൻ്റെയും അടിസ്ഥാനം ഈ വർഷം നാം ചിന്തിക്കുന്നത് പ്രത്യാശയാണ്. പ്രത്യാശ എന്ന വാക്ക് നമുക്കറിയാം. നിരാശയിലായിരിക്കുന്നവർ പലപ്പോഴും മറന്നു പോകുന്നൊരു വാക്കാണ് പ്രത്യാശ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്ഥാനം ഈ വാക്കിനുണ്ട്. പ്രത്യാശ എന്നത് ശക്തിപ്പെടുത്തുന്നതാണ്. പ്രത്യാശ എന്നത് കൂടുതൽ ഊർജം നൽകുന്നതാണ്. പ്രത്യാശ എന്നത് ദൈവികമാണ്. പ്രത്യാശ നമ്മിൽ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായിട്ടാണ്. മനുഷ്യർക്ക് ഒരിക്കലും സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതല്ല പ്രത്യാശ. മറിച്ച് ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകുന്നതാണ് പ്രത്യാശ. ഓരോ വ്യക്തിയും താങ്കളുടെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി
കർത്താവിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും എന്ന് ഉറച്ച ബോധ്യത്തോടുള്ള ആ നോട്ടം തന്നെയാണ് പ്രത്യാശയുടെ അടയാളം. കാരണം ദൈവം ഓരോ വ്യക്തിയിലും പ്രത്യാശയുടെ വിത്തുകൾ പാകിയിട്ടുണ്ട്. നാം എല്ലാവരും ചില അവസരങ്ങളിൽ ദുഃഖങ്ങളും വേദനകളും കാരണം ഈ പ്രത്യാശയുടെ വിത്തിനെ മൂടിയിരിക്കുകയാണ്. അവയെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി വളരുവാൻ അനുവദിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം വരുവാൻ പ്രത്യാശ നമ്മെ സഹായിക്കും. അങ്ങനെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന ഈ ഒരു സൗഭാഗ്യം ദൈവത്തെ ദർശിക്കുവാനുള്ള ഒരു ഉത്തേജനമാണ്. ഏത് ജീവിത സാഹചര്യത്തിലും നാം ഒത്തിരിയേറെ വേദനകൾ അനുഭവിച്ച് ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ചിന്ത രൂപപ്പെടുമ്പോഴാണ് പ്രത്യാശ എന്ന പദത്തിന് കൂടുതൽ അർത്ഥം കൈവരുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം നൽകിയതാണ് ഈ പ്രത്യാശ. പ്രത്യാശ എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുമായി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനം? നിങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സ്വന്തം പുത്രനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അവൻ തൻ്റെ സ്വന്തം ജീവിതം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ബലി കഴിക്കും. അതാണ് വാഗ്ദാനം. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ ഹൃദയഭാഗത്ത് ചേർത്ത് വെക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ള ബോധ്യം നമ്മിൽ വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്തായിരുന്നു എന്ന് നാം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് നൽകിയപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണ് ക്രിസ്തു. എൻ്റെ രക്ഷ നേടിയെടുക്കുവാനായി ഭൂമിയിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ക്രിസ്തുനാഥൻ. അങ്ങനെ കർത്താവ് എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും മികച്ചത് പ്രത്യാശ നൽകുന്ന ദൈവപുത്രൻ തന്നെയാണ്. സ്നേഹമുള്ളവരെ, നാം ജീവിതത്തിൽ നിരാശരായി പടുകുഴിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ചിന്തിക്കേണ്ടതും കൈ ഉയർത്തി കർത്താവെ രക്ഷിക്കണമേ എന്ന് നൽകേണ്ടതും ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. എങ്കിൽ മാത്രമാണ് എനിക്ക് പ്രത്യാശയുണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പ്രത്യാശയില്ലാത്തവരായി തീരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എക്കാലവും നിലനിൽക്കുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ് എന്ന്. ദാനമായി നമുക്ക് പ്രത്യാശ ലഭിച്ചുവെങ്കിൽ വിശ്വാസവും അപ്രകാരം ദാനമായി ലഭിച്ചതാണ്. ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ വിശ്വാസം എന്ന മഹാദാനവും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുനാഥൻ എക്കാലവും നാം നിലനിൽക്കുവാനും ജീവിക്കുവാനും പ്രത്യാശയോടൊപ്പം നമുക്ക് നൽകിയതാണ് വിശ്വാസം എന്നത്. കാരണം ദൈവമാണ് എന്നെ കൈപിടിച്ചുയർത്തുന്നത് എന്നുള്ള ബോധ്യം എന്നിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിനെ ദർശിക്കുവാൻ, ക്രിസ്തുവിനെ പ്രത്യാശയോട് കൂടി നോക്കിക്കാണുവാൻ എനിക്ക് സാധിക്കുന്നത്. സ്ഥിരോത്സാഹത്തോടു കൂടി നാം ദൈവത്തെ ദർശിക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് ഒന്നാമത്തെ വായനയിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടു, നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാകിയാൽ ഞാൻ നിന്നെ തുപ്പിക്കളയും. നീ എന്നോടുകൂടി നിലനിൽക്കുവാൻ യോഗ്യനല്ല, കാരണം നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാണ്, സ്ഥിരോത്സാഹം ഇല്ലാത്തവനാണ്, വചനം പഠിക്കുവാൻ താല്പര്യമില്ലാത്തവനാണ്, നിരാശ വന്നപ്പോൾ പൂഴിയിലേക്ക് കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്ക് പോയവനാണ്, സ്വന്തമായി ഉയർത്തെഴുന്നേൽക്കുവാൻ പോലും പരിശ്രമിക്കാത്തവനാണ്, ദൈവത്തിൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കുവാൻ കഴിയാത്തവനാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ചേർത്ത് നിർത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, പ്രത്യാശ നമുക്ക് നൽകുന്നത്
സ്ഥിരോത്സാഹമാണ്. ക്രിസ്തു നമുക്ക് നൽകുന്ന എല്ലാവിധമായ കൃപകളും പ്രത്യാശയിൽ നിന്നുകൊണ്ട് സകലർക്കും വേണ്ടി ജീവിക്കുവാൻ പരിശ്രമിച്ചാൽ മാത്രമേ സ്ഥിരോത്സാഹത്തോടു കൂടി ജീവിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. കർത്താവ് നൽകുന്ന കൃപകൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രം നിലനിർത്തുവാനുള്ളതല്ല എന്നും ഈ ലോകം മുഴുവനും സകല സഹോദരങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടതുമാണ് എനിക്ക് നൽകിയ കൃപാവരം എന്ന് ഞാൻ തിരിച്ചറിയണം. ആ കൃപകൾ വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കുമ്പോഴാണ് ഞാൻ സ്ഥിരോത്സാഹമുള്ളവനായി തീരുന്നത്. അപ്പോൾ കർത്താവ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, ഞാൻ നിന്നെ ഒരിക്കലും എന്നിൽ നിന്നും അകറ്റുകയില്ല എന്ന്. ഇപ്രകാരം നാം പ്രത്യാശയുള്ള മക്കളായി സ്ഥിരോത്സാഹമുള്ളവരായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷയുടെ വാഗ്ദാനം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. പ്രത്യാശ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകുന്നത് സ്ഥിരതയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നീ സ്ഥിരതയുള്ളവനായിരിക്കുക പ്രത്യാശയിൽ. കാരണം നീ സ്ഥിരതയില്ലാത്തവനാവണമെങ്കിൽ നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ക്രിസ്തുനാഥൻ ഒരു യജമാനനെ കുറിച്ച് പറയുന്നുണ്ട്. യജമാനൻ യാത്രയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ ദാസന്മാരെല്ലാവരും അലസമായിരിക്കുകയാണെങ്കിൽ ഒരിക്കലും യജമാനന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി അവർ കാണപ്പെടുകയില്ല. സ്ഥിരത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. യജമാനൻ ഇപ്പോഴൊന്നും വരികയില്ല, ക്രിസ്തുനാഥൻ ഇപ്പോഴൊന്നും കടന്നു വരികയില്ല. അതുകൊണ്ട് അല്പസമയം കൂടി എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവേഷ്ടം നിറവേറ്റുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, പിന്നീടൊരിക്കലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരതയില്ലാതെ മാറ്റിവെച്ചാൽ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് സുവിശേഷത്തിൽ സക്കേവൂസ് ക്രിസ്തുവിനെ കാണാൻ വളരെയേറെ ആഗ്രഹത്തോടു കൂടി കടന്നുപോയി. ഈ ആഗ്രഹം നേടിയെടുക്കുവാൻ തടസ്സങ്ങൾ നിരവധിയുണ്ടായിരുന്നു. അവൻ ഒരിക്കലും നിരാശനായില്ല. സകല നിരാശയെയും മറികടന്നുകൊണ്ട് കൂടുതൽ പ്രത്യാശയോടുകൂടി അവൻ ഉന്നതങ്ങളിലേക്ക് നോക്കി. തീർച്ചയായിട്ടും അവന് വഴി തെളിഞ്ഞു. മരത്തിൽ കയറിയിരുന്നാൽ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും, രക്ഷകനെ കാണുവാൻ സാധിക്കും. ഈ സ്ഥിരതയാണ് സക്കേവൂസ് പ്രത്യാശയിൽ നിലനിർത്തിയത്. മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിനെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിൽ പ്രത്യാശയോടു കൂടി ഞാൻ എൻ്റെ എല്ലാവിധമായ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചേ മതിയാകൂ. സ്നേഹമുള്ളവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാം സ്ഥിരോത്സാഹത്തോടു കൂടി പ്രവർത്തന നിരതരാകണം എന്ന് തന്നെയാണ് കർത്താവ് പറയുക. ഈ പ്രത്യാശ കർത്താവ് നമുക്ക് നൽകിയത് സ്നേഹം കൊണ്ടാണ്. സൃഷ്ടികർമ്മം നടത്തിയത് തന്നെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിർഗളിച്ചതാണ് ഉത്ഭവം. എല്ലാവിധമായ വസ്തുക്കളും മനുഷ്യരും രൂപപ്പെട്ടത് ഈ സ്നേഹത്തിൻ്റെ ആവിർഭാവത്തിൽ നിന്നാണ്. ദൈവപിതാവ് ഇപ്രകാരം സ്നേഹത്തിൽ നിന്ന് സകലരെയും സൃഷ്ടിച്ചപ്പോൾ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് പ്രത്യാശയും നമുക്ക് നൽകിയത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ പുത്രനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, കാരണം ഞാൻ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹവും പ്രത്യാശയും വിശ്വാസവും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വിശ്വാസത്തിലായിരുന്നു കൊണ്ട്, പ്രത്യാശയിൽ നിലനിന്നുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യാശ എന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല, മറിച്ച് സ്വർഗീയമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കുവാനും മരണാനന്തരം പ്രത്യാശയോടുകൂടി ദൈവത്തെ മുഖത്തോട് മുഖം ദർശിക്കുവാനുള്ള കൃപ നൽകുവാനുള്ളതുമാണ് പ്രത്യാശ.
കൃഷ്ണനാഥൻ പറയുന്നു, ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് നമുക്കുള്ള പ്രത്യാശ. നമുക്ക് വിശ്വാസത്തിൽ ജീവിക്കാം, നമുക്ക് പ്രത്യാശയിൽ ജീവിക്കാം, നമുക്ക് സ്നേഹത്തിൽ പരസ്പരം ഉൾക്കൊണ്ട്, പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ദൈവസ്നേഹം മറ്റുള്ളവർക്ക് നൽകി സഹോദര സ്നേഹത്തിലൂടെ ദൈവത്തെ നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുരാജൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.